നമസ്കാരം. തെരഞ്ഞെടുപ്പിന് ഇനി ദിവസങ്ങൾ മാത്രമാണുള്ളത്. വയനാട് പുനരധിവാസം ഈ തെരഞ്ഞെടുപ്പിലെ മുഖ്യ വിഷയമാകുമോ എന്നതാണ് വോട്ട് കമന്റ് ഇന്ന് പരിശോധിക്കുന്നത്. ഇത് സംബന്ധിച്ച ചോദ്യം ന്യൂസ് മലയാളത്തിന്റെ വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പങ്കുവച്ചിരുന്നു. അതിന് പ്രേക്ഷകർ നൽകിയ വോട്ടുകളും കമന്റുകളും പരിശോധിക്കുന്ന വോട്ട് കമന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം നമുക്ക് പ്രേക്ഷകർ നൽകിയ വോട്ടുകളുടെ ശതമാന കണക്ക് നോക്കാം. വയനാട് പുനരധിവാസം തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമോ എന്ന ചോദ്യത്തിന് പ്രേക്ഷകരിൽ 73% പേർ അതെ എന്നും 25% പേർ ഇല്ല എന്നുമാണ് വോട്ട് നൽകിയത്. അതേസമയം ഒരഭിപ്രായമില്ല എന്ന് വോട്ട് നൽകിയത് 2% പ്രേക്ഷകരാണ്. ഇനി നമുക്ക് പ്രേക്ഷകർ നൽകിയ കമന്റുകൾ പരിശോധിക്കാം. അപ്പോൾ ആദ്യത്തെ കമന്റ്, വയനാട് പുനരധിവാസം തെരഞ്ഞെടുപ്പിൽ മുഖ്യ വിഷയമാകുമോ എന്ന ചോദ്യത്തിന് ആയില്ലെങ്കിൽ ആക്കണ്ടേ എന്നാണ് സദാനന്ദൻ ചോദിക്കുന്നത്. അല്ല, വയനാട് ടൗൺഷിപ്പിന്റെ കാര്യത്തിലേക്ക് മാർച്ച് 1-നാണല്ലോ അതിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി ഔദ്യോഗികമായിട്ട് നിർവഹിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അതെ, കൃത്യം ഒരു മാസമാവുന്നു. ഇപ്പോൾ 178ഓളം വീടുകളാണ് ആദ്യഘട്ടത്തിൽ അതിൻ്റെ പണി പൂർത്തിയാകുന്നത്. അതിൻ്റെ പട്ടയ വിതരണവും അതുപോലെ താക്കോൽ കൈമാറ്റമായിരുന്നു അന്ന് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു അത് ഇനി ബാക്കിയുള്ള വീടുകളുടെ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. 400-ലേറെ വീടുകളാണ് സർക്കാർ നിർമ്മിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം അതിൽ ഗേറ്റ്, ചുറ്റുമതിൽ, പിന്നെ അതുപോലെ തന്നെ സീവേജ്, സോളാർ സിസ്റ്റം ഉണ്ട്. അതിൻ്റെ എല്ലാ തരത്തിലുമുള്ള സൗകര്യങ്ങളോടുകൂടി അതൊരു ടൗൺഷിപ്പ്, മാതൃകാ ടൗൺഷിപ്പ് എന്നാണല്ലോ സർക്കാർ അതിനെ വിളിക്കുന്നത്. അപ്പോൾ ആ തരത്തിലാണ് അതിൻ്റെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു വിവാദമാവുന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പ് കൂടി എടുക്കുന്ന സമയത്ത് ഇതെല്ലാ അർത്ഥത്തിലും ചർച്ചയാവും എന്നുള്ളതാണ്. അതായത് ഇപ്പം കവിത പറഞ്ഞ പോലെ മാർച്ച് 1-ന് ഇത് ഉദ്ഘാടനം, താക്കോൽ കൈമാറ്റം നടത്തിയെങ്കിലും പക്ഷേ ഇതുവരെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയായിട്ടില്ല, അല്ലെങ്കിൽ ദുരന്തബാധിതർക്ക് കയറി കിടക്കാനായിട്ടില്ല, ഇതുവരെ താമസ സൗകര്യമായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഉയർന്നു വരുന്ന ഒരു വിമർശനം. പ്രതിപക്ഷമാണെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്, പിന്നെന്തിനാണ് ഇത്രയും നേരത്തെ ഉദ്ഘാടനം നടത്തിയത് എന്നുള്ളതൊരു പ്രധാന വിമർശനമായിട്ട് ഉയരുന്നുണ്ട്. ഇതിനകത്ത് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ്, കൈമാറിയ വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇതുവരെ പൂർത്തിയായിട്ടില്ല എന്നുള്ളത്. പിന്നെ പണി എപ്പോൾ പൂർത്തീകരിക്കും എന്നതിനെക്കുറിച്ച് കൃത്യമായിട്ടുള്ളൊരു സമയം പറയുന്നില്ല. ബാക്കിയുള്ള പണി എപ്പം പൂർത്തിയാവും, ആളുകളെ പറഞ്ഞു, പക്ഷേ ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പൊന്നും വന്നിട്ടില്ല, സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടില്ല. അപ്പൊ അതാണ് ഒരു അതായിട്ട് ഉയരുന്ന ഒരു ആക്ഷേപം എന്ന് പറയുന്നത്. പിന്നെ പറയുന്നത് ഇതിനകത്ത് 2300ഓളം തൊഴിലാളികളാണ് ഇതിന്റെ പണിയുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നത്. പക്ഷേ ആ തൊഴിലാളികളുടെ എണ്ണം കുറച്ചിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെയുള്ളത്, ഇപ്പം നിർമ്മാണ സാധനങ്ങൾ എല്ലാം കിട്ടുന്നില്ല, അതിന്റെ ദൗർലഭ്യമുണ്ട്. അതുകൊണ്ട് ഉപകരാർ എടുത്തിട്ടുള്ള കമ്പനികളും പ്രതിസന്ധിയിലാണ് എന്ന് പറയുന്നുണ്ട്. പിന്നെ ഇതാണ് പ്രധാനമായിട്ട് ഇപ്പം ഉയർത്തിക്കൊണ്ട് വരുന്ന വിമർശനങ്ങൾ ഇത് സംബന്ധിച്ചിട്ട്. പക്ഷേ ഇതിനകത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഉദ്ഘാടന സമയത്ത് തന്നെ സർക്കാർ പറഞ്ഞിരുന്നു ഇനി ഇതിന്റെ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാനുണ്ട്. പക്ഷേ അത് എപ്പോഴാണെന്നുള്ള കാര്യത്തിൽ ഒരു കൃത്യമായിട്ടുള്ള കണക്ക് പറഞ്ഞിട്ടില്ല. അത് മാത്രമല്ല, ഇനിയിപ്പോൾ മഴ വരാൻ പോവുകയാണ്. മഴ വരാൻ പോകുമ്പോൾ ഇനിയിപ്പം അതിന് മുന്നേ പണികൾ തീർത്തിട്ടില്ലെങ്കിൽ അതിനിപ്പം കൂടുതൽ ചിലപ്പോൾ ഒരു പ്രതിസന്ധി ഉണ്ടാക്കാൻ കാരണമായേക്കും എന്നാണ് തോന്നുന്നത്. ഇതിനകത്ത് 1-2 കമന്റ് ഉള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിതീഷ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇനോഗ്രേഷൻ കഴിഞ്ഞ് ആരും താമസിക്കാൻ തുടങ്ങിയില്ല എന്ന് പറയുന്നത് കേട്ടു, അത് ശരിയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. പിന്നെ നദീർ പറയുന്നുണ്ട്, കേരളത്തിലെ പട്ടിണി പാവങ്ങൾ മുണ്ട് മുറുക്കി ഉടുത്ത് സമ്പാദിച്ചതും കുടുക്ക പൊട്ടിച്ചും ആടിനെയും കോഴിയെയും വിറ്റും ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയ 780 കോടി കണ്ട കറക്കു കമ്പനികൾക്ക് നൽകിയിട്ടാണ് മറ്റുള്ളവർ വേദം ഓതുന്നത് എന്ന് പറയുന്നുണ്ട്. ഇതിൽ താക്കോല് കൈമാറിയിട്ടും കുടുംബങ്ങൾക്ക് അങ്ങോട്ട് താമസം മാറാൻ പറ്റുന്നില്ല എന്നുള്ളതാണല്ലോ ആരോട്. അതിനിപ്പോൾ സർക്കാർ ഔദ്യോഗികമായിട്ട് വിശദീകരണമൊന്നും കൊടുത്തിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷെ അല്ലാതെ ഇവർ പറയുന്ന ഈ സർക്കാരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ആളുകൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വീടിന്റെ പണി പൂർത്തിയായി, ഇന്റീരിയർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും പൂർത്തിയായി, പക്ഷെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, ഡ്രൈനേജ്, സീവേജ്, മതിൽ, റോഡ്, അങ്ങനെയുള്ള അതിലാണ് കുറച്ച് പണികൾ ബാക്കിയുള്ളത്. അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. യുദ്ധകാലാടിസ്ഥാനത്തിൽ അത് തീർത്തിട്ട് എത്രയും വേഗം കൊടുക്കും എന്നാണ് വിശദീകരണമായിട്ട്, ഔദ്യോഗിക വിശദീകരണമായിട്ടല്ല, അല്ലാതെ തന്നെ കേരളത്തിനടക്കമുള്ള മന്ത്രിമാരൊക്കെ അത് പറയുന്നുണ്ട്. അതിൽ 2 കമന്റ് ഉണ്ട്. 2 ടീമും കണക്കുകൾ വ്യക്തമാക്കണം. പാവപ്പെട്ടവരുടെ പൈസയാണ്, എല്ലാം നഷ്ടപ്പെട്ടവരെ പറഞ്ഞു പറ്റിക്കരുതെന്ന് SMV പറഞ്ഞേക്കുന്നത്. അതിന് റിപ്ലൈ ആയിട്ട് നിതീഷ് CK ചോദിക്കുന്നു, പ്രൈവറ്റ് പാർട്ടി ചെയ്യുന്ന പോലെയാണോ ഗവൺമെന്റ്, എന്തൊക്കെയാണോ പറയുന്നതെന്നും വീണ്ടും ഒരു റിപ്ലൈ ഉണ്ട്. റിനു ചോദിക്കുന്നത്, ഗവൺമെന്റിന്റെ കണക്ക് വിവരാവകാശം കൊടുത്താൽ കിട്ടുമെന്ന് പറയുന്നു റിനു. അല്ല, ഇതിപ്പം നമ്മളിപ്പോൾ സർക്കാരിൻ്റെ, അതായത് സർക്കാർ ഈ പുനരധിവാസം ഇത് കൊടുക്കുന്നു, വീട്
പൂർത്തിയാവുന്നു, പണി പൂർത്തിയാവുന്നു. ഈ ചർച്ചകളൊക്കെ നടക്കുന്ന കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു സർക്കാർ തിരിച്ചു ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങൾ പ്രത്യേകിച്ച് UDF-നോട്, പ്രതിപക്ഷത്തിനോടുണ്ട്. അല്ലെങ്കിൽ നമുക്ക് VD സതീശനോട് സ്പെസിഫിക്കലി എന്ന് വേണമെങ്കിലും പറയാം. ചോദിക്കുന്ന UDF, അതായത് ഈ വലിയൊരു ദുരന്തം നമ്മൾ കേരളം അഭിമുഖീകരിക്കുന്നു, അതിൻ്റെ ഭാഗമായിട്ട് സ്പോൺസർഷിപ്പായിട്ടും വീട് വെച്ച് കൊടുക്കാനൊക്കെ നിരവധി പേര് മുന്നോട്ട് വരുന്നുണ്ട്. അക്കൂട്ടത്തിൽ KPCC വീട് വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ കോൺഗ്രസ് മുന്നോട്ട് വന്നിരുന്നു, യൂത്ത് കോൺഗ്രസ് ഫണ്ട് പൈസ പിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും ചോദിക്കുന്നത് ഈ ഫണ്ട് എവിടെ, ഇത് ഏത് ബാങ്കിലാണ്, ഇതിൻ്റെ കണക്ക് എന്താണെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ ചോദ്യത്തിന് നിലവിലൊരു ഉത്തരം കിട്ടിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പം മുഖ്യമന്ത്രി തന്നെ അതെ കുറച്ച് കണക്കുകളൊക്കെ മുഖ്യമന്ത്രി മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് 2024-25 കാലത്ത് നടത്തിയ പിരിവാണെന്ന് പറയുന്നു. ആ പിരിവിൽ AICCയുടെ ബാലൻസ് ഷീറ്റ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ വെബ്സൈറ്റിലുണ്ട്. അപ്പോൾ അത് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ 350.12 കോടി രൂപയാണ് ഈ കൂപ്പണൊക്കെ വിറ്റിട്ട് ആളുകളുടെ കയ്യിൽ നിന്ന് പിരിച്ചിട്ടുള്ള പൈസ. അപ്പം ചോദിക്കുന്നത് ഈ പൈസയാണോ ദുരന്തബാധിതരെ സഹായിക്കാൻ വേണ്ടിയിട്ട് അതായത് പിരിച്ചിട്ടുള്ള പൈസ എന്ന് ചോദിക്കുന്നുണ്ട്. ഇനി ഇതിൽ തന്നെ വേറൊരു അതെ 350 കോടി. ഇനി അതിൽ തന്നെ ഉള്ളൊരു തമാശ, ഈ 350.12 കോടി രൂപയിൽ 78.69 കോടി രൂപ ഒഴിച്ചുള്ള ഫണ്ട് മുഴുവൻ PR പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ചെലവഴിച്ചിട്ടുണ്ട്, അങ്ങനെ കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ 78.69 കോടി രൂപയിൽ 1.74 കോടി രൂപ പ്രത്യേക ആവശ്യത്തിനായി വകയിരുത്തി എന്ന് പറയുന്നുണ്ട്. ഇനി ഈ പൈസയാണോ, അതായത് ഈ പറയുന്ന 1.74 ലക്ഷം അല്ലേ, മാത്രമാണോ ഇതാണോ ഇനി പുനരധിവാസത്തിന് വേണ്ടി ചെലവാക്കിയത് എന്നും കണക്ക് ചോദിക്കുന്നുണ്ട് മുഖ്യമന്ത്രി. പക്ഷേ നിലവിൽ ഉത്തരം പറഞ്ഞിട്ടില്ല, ഇതുവരെ ഒരു ഉത്തരം പറഞ്ഞിട്ടില്ല. സർക്കാർ സഹായിച്ചിട്ടില്ല. അതായത് വലിയൊരു പ്രതിസന്ധി വിഷയവുമായി ബന്ധപ്പെട്ട് നിലവിൽ തന്നെ നിൽക്കുന്നുണ്ട്. അതായത് കേന്ദ്രം സഹായിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വസ്തുതയാണ്. അപ്പൊ ഇത്രയും പ്രതിസന്ധികൾക്കിടയിൽ ബാധിതരായ മനുഷ്യർക്ക് നമ്മൾ സഹായം ചെയ്യുന്ന സമയത്ത് ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അതെങ്ങനെയാണ്, പ്രത്യേകിച്ച് ഇലക്ഷനും കൂടിയാണല്ലോ, അവിടെയാണ് നമ്മൾ ഇതിൻ്റെ ഒക്കെ ഒരു ചർച്ചയുടെ അടിസ്ഥാനമായിട്ട് വരുന്നത്. അപ്പം സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് കാലത്ത് ഇത് ചർച്ചയാവുന്നതിൽ അപ്പൊ ഇതിനോട് ചേർന്നിട്ട് വേറൊരു അഭിപ്രായം വന്നിട്ടുണ്ട്. ജോബിൻസ് ചോദിക്കുന്നുണ്ട്, കോൺഗ്രസിന്റെ കണക്ക് നിങ്ങൾ കൊട്ടിഘോഷിക്കുന്നു, CPM സംഭാവന എത്രയാണ്, അത് ജനങ്ങൾ കൊടുത്ത സർക്കാരിന്റെ കണക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ DYFIയുടെ കണക്ക് എത്രയുണ്ട് എന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ DYFI ചെക്ക് കൊടുത്തത് ഏപ്രിലോ മാർച്ചിലോ ആണ് 20 കോടി. പക്ഷേ ആ പൈസ അക്കൗണ്ടിൽ നിന്ന് എടുത്തത് ജനുവരി അല്ലെങ്കിൽ ഫെബ്രുവരിയാണ്, കേട്ടത് 15 കോടി എന്നാണ്. ബാക്കി എടുത്തോ, ഈ 10 മാസം എന്തിനാ അക്കൗണ്ട് ക്ലിയർ ചെയ്യാൻ എടുത്തത് എന്ന് ചോദിക്കുന്നുണ്ട്. അത് ഡേറ്റ് ഇടാത്ത ചെക്കാണോ കൊടുത്തത്, ചെക്ക് കൊടുത്ത അന്ന് അക്കൗണ്ടിൽ പൈസ ഉണ്ടായിരുന്നോ, അന്നത്തെ ബാലൻസ് എത്രയാണ്, പൈസ എടുത്തു എന്ന് പറയുന്ന മാസം വരെയുള്ള ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇതൊന്നും ആരെയും മോശമാക്കാനല്ല, പക്ഷേ പൈസ മേടിച്ച് PR വർക്ക് മാധ്യമങ്ങൾ ചെയ്യുമ്പോൾ എല്ലാവരും വെള്ളം തൊടാതെ വിഴുങ്ങുമെന്ന് കരുതരുത് എന്ന് കൂടെ പുള്ളി പറയുന്നുണ്ട്. ഫുൾ എമൗണ്ട് എന്നാ കൊടുത്തതെന്ന് ചോദിക്കുന്നുണ്ട്. അതുപോലെ ഇതിന് ക്ലാരിറ്റി ഉണ്ടായിട്ട് പോരെ കോൺഗ്രസിന്റെ തലയിൽ കയറുന്നത്, ഈ കൊടുത്ത പൈസകൾക്കൊക്കെ ക്ലാരിറ്റി വേണ്ടതെന്നാണ് ചോദിക്കുന്നത്. ഇതിനകത്ത് ആരെയും മോശമാക്കാനല്ല, സത്യസന്ധത എന്നത് മാധ്യമധർമ്മമാണ്, മാമാപ്പണി മാത്രമായിട്ട് പോകരുത്. ഇതിൽ മാധ്യമങ്ങൾ എന്താണ് മാമാപ്പണി ചെയ്തത് എന്ന് എനിക്ക് മനസ്സിലാവുന്നത്, ഇത് സർക്കാരും പ്രതിപക്ഷവും അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിക്കുന്ന കാര്യങ്ങളാണ് അല്ലേ. അത് മാധ്യമങ്ങൾ അതിനകത്ത് കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അല്ലാതെ അതിനകത്ത് മാധ്യമങ്ങൾ ഇത് തന്നെയാണല്ലോ ചോദിക്കുന്നത്, പിന്നെന്താ വെച്ചാൽ ഇതിന്റെയൊക്കെ ഈ കണക്കുകളുടെയൊക്കെ വിശദാംശങ്ങൾ ഗൂഗിളിൽ കിടക്കുന്നുണ്ട്. അത് ഇപ്പം ഇവിടെ പറയേണ്ട കാര്യമുണ്ടോ, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നമ്മൾ പറയേണ്ട കാര്യമില്ല. നേതാവ് സനോജ്, അതെ, അവർ അബിൻ വർക്കി വെല്ലുവിളിക്കുകയും പുള്ളി അതിന് കണക്കുകളൊക്കെ വെല്ലുവിളിക്കുകയും. അത് മാത്രമല്ല, നമുക്കൊരു വേണമെങ്കിൽ ഒരു ചെറിയൊരു ഇത് കൊടുക്കാവുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദുരന്തമുണ്ടായതിന് പിന്നാലെ CPM MLA-മാര്, ഭരണകക്ഷിയിലെ എല്ലാ MLA-മാരും അവരുടെ 50,000 രൂപ അവരുടെ ഒരു മാസത്തെ ശമ്പളം ഇതിനകത്ത് CMRDFിലേക്ക് കൊടുക്കാം എന്ന് പറഞ്ഞിരുന്നു. അത് ഭരണകക്ഷി MLA-മാര് മാത്രമല്ല, പ്രതിപക്ഷ MLA-മാരും കൊടുത്തിട്ടുണ്ട് കുറേ പേര്. പിന്നെ മുഖ്യമന്ത്രിയും കൂടുമ്പോൾ മുഖ്യമന്ത്രി പിണറായി വിജയൻ 1 ലക്ഷം രൂപ, അദ്ദേഹത്തിൻ്റെ പത്നി TK കമല 33,000 രൂപ, ഇവർ രണ്ടുപേരും ഇങ്ങനെ CMRDFിലേക്ക് ഇത്ര പൈസ കൊടുത്തിട്ടുണ്ട്. അതുപോലെ പാർട്ടി വിഹിതമായിട്ട്, ഇത് പാർട്ടി വിഹിതം എന്ന് പറയുമ്പോൾ CPIM-ന്റെ കേരള ഘടകം മാത്രമായിട്ട് ഒരു 25 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ട്. പക്ഷേ CPM അതിൻ്റെ കേരള ഘടകം മാത്രമാണിത്. CPM സത്യത്തിൽ പറഞ്ഞാൽ അതിൻ്റെ വർഗ ബഹുജന സംഘടനകളെല്ലാം കൂടെ ഇൻക്ലൂഡിങ് DYFI അവരൊരു 100 കോടിക്ക് രൂപ അവർക്ക് പറയാൻ ഒരു കണക്കുകൾ കാണുന്നുണ്ട്. സർക്കാരാണ് കോൺഗ്രസിന്റെ കാര്യം പറയുമ്പോ ഒരു കണക്കും കാണുന്നില്ല, നമുക്ക് പറയാൻ ഇല്ല. ഇതിപ്പം അവരുടെ ഈ പറഞ്ഞ പോലെ തമിഴ്നാട് ത്രിപുര ഘടകങ്ങൾ CPM-ന്റെ അവർ 10 ലക്ഷം രൂപ വീതം കൊടുത്തതും കണക്കിലുണ്ട്. പക്ഷെ മറ്റേത് കണക്കില്ല എന്നുള്ളതാണ് അതിനകത്തൊരു പ്രധാന പ്രശ്നമായിട്ട് വരുന്നത്. അതുപോലെ തന്നെ
രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല കൊടുത്തിട്ടുണ്ട്. രമേശ് ചെന്നിത്തല തന്റെ ഒരു മാസത്തെ ശമ്പളം കോൺഗ്രസ് നേതാക്കൾ എല്ലാവരും കൊടുത്തിട്ടുണ്ട്. അതായത് ഒരുവിധമുള്ള രാഷ്ട്രീയ നേതാക്കളും അതുപോലെ തന്നെ സിനിമാ താരങ്ങളും പിന്നെ വ്യവസായ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും എല്ലാം ഈ പൈസ നൽകിയിട്ടുണ്ട്, സംഭാവന നൽകിയിട്ടുണ്ട്. 2 കമന്റ് വായിക്കാം നമുക്ക്. വയനാട് ഫണ്ട് ഷാഫി രാഹുൽ സതീശൻ ടീം മുക്കി, അത് ചർച്ചയാകുന്നു. ഈസ്റ്റ് വെസ്റ്റ് എന്ന് പറയുന്ന ഒരാൾ കമന്റ് ഇട്ടേക്കുന്നത്. രാധാകൃഷ്ണൻ പറയുന്നത് വെള്ളപ്പൊക്കത്തിന് ശേഷം 1000 വീടുകൾ അത് വെറും പുകയായിപ്പോയി. വയനാട് ഷാഫിയുടെ ടീം പിരിച്ച പണം 5 സ്റ്റാർ ഹോട്ടലുകാർക്കും ഗർഭചിത്ര മരുന്നുകൾ വാങ്ങാനും വേണ്ടി ഉപയോഗിച്ചു. UDF സർക്കാർ പണിത സുനാമി വീടുകൾ വാസയോഗ്യമല്ലാതായി. ഡിങ്ങൻ പറയുന്നത് കോൺഗ്രസ് ഏത് അക്കൗണ്ടിൽ ഇട്ടെന്ന് പോലും പറയുന്നില്ല. ഇതിനകത്ത് കോൺഗ്രസ് കണക്കുകൾ കൃത്യമായിട്ട് പറയുന്നില്ല, അതാണ് ഒരു ആരോപണം. അപ്പോൾ മുഖ്യമന്ത്രി ചോദിച്ച കാര്യം പ്രതിപക്ഷ നേതാവിനോട് ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവ് അതിന് തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. താക്കോല് കൈമാറിയ വീടുകളിലേക്ക് എന്തുകൊണ്ട് ആളുകളെ താമസിപ്പിക്കുന്നില്ല എന്നുള്ളൊരു തിരിച്ചൊരു ചോദ്യമാണ് ചോദിക്കുന്നത്. അത് കൃത്യമായിട്ട് അത് കഴിഞ്ഞിട്ട് M സ്വരാജ് കഴിഞ്ഞ ദിവസം പറഞ്ഞല്ലോ, പ്രചരണ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. അങ്ങനത്തെ ആരോപണങ്ങളാണ്. ഇതിപ്പോൾ ഇവർ കൃത്യമായിട്ട് ഇതിന് മറുപടി പറഞ്ഞിട്ടില്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇത് പൊതു ഇടത്തിലേക്ക് ചെല്ലുകയാണ്. പൊതു ഇടത്തിലേക്ക് ഇത് ചെല്ലുമ്പം ഇത് കേൾക്കുന്നത് വോട്ട് ചെയ്യുന്ന ജനങ്ങളാണ്. അപ്പോൾ ഈ വോട്ട് ചെയ്യുന്ന ജനങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ ആ സംശയങ്ങൾ ദൂരീകരിക്കേണ്ട ഉത്തരവാദിത്തം അതാത് പാർട്ടികൾക്കും ഇതിൻ്റെ അവരിൽ നിന്ന് പിരിച്ച പണമായതുകൊണ്ട് തന്നെ അതിൻ്റെ കണക്കറിയേണ്ട അവകാശം ഓരോ മനുഷ്യന്മാർക്കും ഉണ്ട്. അപ്പൊ അത് പറയാൻ ആരായാലും അത് ബാധ്യസ്ഥരാണെന്നാണ് തോന്നുന്നത്. പിന്നെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞതിനേക്കാൾ ഇച്ചിരി കൂടെ കൂടുതൽ രമേശ് ചെന്നിത്തല പറഞ്ഞിട്ടുണ്ട്. രാഹുൽ ഗാന്ധി തറക്കല്ലിട്ട പദ്ധതി പൂർത്തിയാക്കേണ്ട ഉത്തരവാദിത്തം കോൺഗ്രസിനുണ്ട്. അത് മാത്രമല്ല പിന്നെ സമയബന്ധിതമായി പൂർത്തിയാക്കും, അത്രയെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്. അത്രയെങ്കിലും അദ്ദേഹം പറയുന്നുണ്ട്. അപ്പൊ അത് പ്രതിപക്ഷ നേതാവിന്റെ അടുത്ത് നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണല്ലോ അങ്ങനെയെങ്കിലും പറയുന്നത്. ശരിയാണ്, ഉണ്ടാവുന്നില്ല എന്നുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ ഒരു തിരിച്ചൊരു ചോദ്യം ചോദിക്കുമ്പോൾ ആളുകൾ കൺഫ്യൂസ്ഡ് ആവുകയാണല്ലോ സ്വാഭാവികമായിട്ടും. അതെ, അല്ല ഇതിലൊരു പ്രശ്നം എന്താ വെച്ചാൽ ഇപ്പൊ ഇത്തരം ചർച്ചകൾ വരുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ തെരഞ്ഞെടുപ്പാണ്. അപ്പൊ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പം അറിയാം ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ഡീൽ ആരോപണങ്ങളായിരുന്നു. അപ്പൊ ആ ചർച്ചകളിൽ നിന്ന് മാറി പുനരധിവാസം വരുമ്പോൾ ഈ പറഞ്ഞ ചർച്ചകളൊക്കെ ഡൈവേർട്ട് ചെയ്യപ്പെടാൻ പ്രത്യേകിച്ച് LDF-നും എനിക്ക് തോന്നുന്നു അതൊരു ഒരു താല്പര്യം ഉണ്ടാവും. അത് ആ രീതിയിൽ നടക്കുകയും ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പൊ അതിന്റെ ഒരു പ്രശ്നം കൂടി ഇതിലുണ്ട്. അതായത് ഇപ്പം നമുക്കറിയാം ഈ DYFI ഈ കോൺഗ്രസ് വാങ്ങിയെന്ന് പറയുന്ന സ്ഥലത്ത് കുടിൽ കെട്ടി സമരം, കാരണം എവിടെ അവർ നിർമ്മിച്ച വീട് എവിടെ, അതിൻ്റെ പണി പുരോഗമിക്കുന്നത് എവിടെയെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നു ഇവർക്കെതിരെ ഉന്നയിക്കപ്പെടുന്നതാണെങ്കിലും അതിന് തിരിച്ച് കൃത്യമായിട്ട് പിന്നെ LDF ഡീൽ ആരോപണം ഒരു വശത്ത് നടക്കുമ്പം തിരിച്ച് UDF-നെതിരെ കറക്റ്റായിട്ട് കൃത്യമായിട്ട് കൊള്ളിക്കാനുള്ള ഒരു ആരോപണം ഉന്നയിക്കുകയും അത് ആ വഴിക്ക് തിരിച്ചുവിടാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട്. അതെ അതെ. പക്ഷെ VD സതീശൻ പറഞ്ഞു അവിടെ കയറിയ അടിച്ചോടിക്കുന്നു. എന്തായാലും ഒരു സമരത്തിന്റെ പരിപാടികളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. നമുക്ക് ഇതിൽ കമന്റ് ഉണ്ട്, നമുക്ക് കമന്റ് നോക്കാം. ഷാജി ബിബി പറയുന്ന കമന്റ്, പിരിച്ച പണത്തിന്റെ വിനിയോഗം 2 മുന്നണികൾ തമ്മിലുള്ള വ്യത്യാസം ഇതൊക്കെ ജനം കാണുന്നുണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ഒന്ന് പറയുന്നത് പൊതുവ്യവസ്ഥയെ അംഗീകരിക്കുന്നു, 2 സ്വകാര്യ അഴിമതി വ്യവസ്ഥയെ അംഗീകരിക്കുന്നു എന്നൊക്കെയാണ്. ഇതിൽ റീനു പറയുന്ന കമന്റ്, അവിടെ പണി നടക്കുന്നുണ്ട്, ഫിനിഷിംഗ് വർക്ക് കുറച്ച് പെൻഡിങ് അത്രയേ ഉള്ളൂ, അല്ലാതെ ഫണ്ട് പിരിച്ചിട്ട് കണക്ക് ചോദിക്കുമ്പോൾ 178 വീടുമില്ല, മാസവും മുടങ്ങാതെ അവർക്ക് ഫണ്ട് കൊടുക്കുന്ന 178 വീടും എല്ലാ മാസവും മുടങ്ങാതെ അവർക്ക് ഫണ്ടും കൊടുക്കുന്ന സർക്കാരിനെ വിമർശിച്ചിട്ട് കാര്യമുണ്ടോ എന്നാണ് റിനു ചോദിക്കുന്നത്. ഇതിൽ അബ്ദുൾ റസാഖ് പറയുന്നത് ഊരാളുങ്കൽ നിർമ്മാണം നടത്തിയതിന് പാർട്ടിക്ക് എത്ര കമ്മീഷൻ കിട്ടും എന്നും ചോദിക്കുന്നുണ്ട്. വേറെയും കുറച്ച് അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. ജംഷീർ CK ചോദിക്കുന്നുണ്ട്, CPM സ്വന്തമായി വീട് നിർമ്മിച്ചു കൊടുക്കുന്നില്ല. അതെ, വളരെ നീണ്ട ഒരു കമന്റാണ്. രക്തസാക്ഷി ഫണ്ടും പ്രളയ ഫണ്ടും അടിച്ചു മാറ്റിയ സഖാക്കളിൽ നിന്ന് ഇതിൽ കൂടുതലൊന്നും പ്രതീക്ഷിക്കണ്ട എന്ന് പറയുന്നുണ്ട്. കോൺഗ്രസ് വീട് നിർമ്മിച്ചു നൽകാനുള്ള സ്ഥലം ഓൾറെഡി എടുത്തു കഴിഞ്ഞു, പണി തുടങ്ങാനുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. കൃത്യസമയത്ത് തന്നെ അവർ വീട് നിർമ്മിച്ച് കൈമാറുമെന്ന് പറഞ്ഞിട്ടുണ്ട്. 10 വർഷമായി ഭരണത്തിലില്ലാത്ത ഒരു കൊച്ചു പാർട്ടിയായ ലീഗ് നിർമ്മിച്ചു നൽകുന്ന 105 വീടുകളിൽ എല്ലാ തടസ്സങ്ങളെയും അതിജീവിച്ച് 51 വീടുകളുടെ ചാവി കൈമാറി അവർ താമസം തുടങ്ങി. എല്ലാ സർക്കാർ സംവിധാനങ്ങളും സൗകര്യങ്ങളും കയ്യിലുള്ള സർക്കാരിന് കോൺഗ്രസ് ഭരിക്കുന്ന
കോൺഗ്രസ് ഭരിക്കുന്ന കർണാടക സർക്കാർ നൽകിയ 20 കോടി രൂപയും തെലങ്കാന സർക്കാർ, തമിഴ്നാട് സർക്കാർ കൂടാതെ കോൺഗ്രസിൻ്റെയും ലീഗിൻ്റെയും അടക്കമുള്ള എംപിമാരും MLA-മാരും പൊതുജനങ്ങളും ആടിനെ വിട്ടും കുടുക്ക പൊട്ടിച്ചും ആ ദുരിതബാധിതരായ പാവങ്ങളെ സഹായിക്കാൻ കൊടുത്ത 860 കോടിയോളം രൂപയിൽ നിന്നും സർക്കാർ നിർമ്മിച്ച വീടുകളിൽ ദുരിതബാധിതരായവർക്ക് കയറി കിടക്കാൻ ഇലക്ഷൻ പ്രമാണിച്ച് ധൃതി പിടിച്ച് 2 വർഷത്തിന് ശേഷം കൊട്ടിഘോഷിച്ച് ഉദ്ഘാടനം നടത്തിയിട്ടും ആ പാവങ്ങൾക്ക് കയറി കിടക്കാൻ ഇനി എത്ര കാലം കൂടി കാത്തിരിക്കണം എന്ന് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ചോദിച്ച ചോദ്യത്തിന് ഇപ്പം ശരിക്കും CPM ഇതിനകത്ത് പ്രത്യേകമായിട്ട് വീട് നിർമ്മിച്ചു കൊടുക്കണോ എന്നുള്ളതൊരു ചോദ്യമല്ലേ? കാരണം അവരുടെ സർക്കാരാണ് ഭരിക്കുന്നത്, അവരുടെ സർക്കാരാണ് ഇതിനു വേണ്ട കാര്യങ്ങൾ ചെയ്യുന്നത്. സോ ആ സർക്കാരിന്റെ ഭാഗമായിട്ട് അവർ സർക്കാരിലേക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ അന്നേരം അത് CPM പിന്നെ പ്രത്യേകമായിട്ട് അതിനകത്ത് വീട് വെച്ച് കൊടുക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം വരുന്നുണ്ട്. പിന്നെ ഇതിനകത്ത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം കൊടുക്കണം. അതായത് ഇപ്പം മാർച്ച് 1 താക്കോല് കൈമാറിയ ശേഷം ഇത്ര ദിവസമായി, എന്തുകൊണ്ട് ഇത് താമസം വൈകുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും ജനങ്ങൾക്ക് അറിയാൻ ആഗ്രഹമുണ്ടാവും. അതിനകത്ത് സർക്കാർ ഔദ്യോഗികമായിട്ടുള്ള ഒരു വിശദീകരണം കൊടുത്താൽ നന്നാവും. അതിൽ മാത്രമാണ് എനിക്ക് തോന്നുന്ന ഒരു പ്രശ്നം നമുക്ക് പറയാനുള്ളത്. പിന്നെ നസീബ് നേരത്തെ പറഞ്ഞു സർക്കാരല്ലാതെ സർക്കാരുമായി ബന്ധപ്പെട്ട അനൗദ്യോഗിക ഇതിൽ നിന്ന് വരുന്നുണ്ട്, ഉടനെ തന്നെ ഇത് പൂർത്തിയാകും എന്നുള്ളത്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞാൽ സർക്കാർ അതിനകത്തൊരു ഔദ്യോഗികമായിട്ടുള്ള വിശദീകരണം നടത്തിയാൽ കുറച്ചും കൂടി ഒരു ക്ലാരിറ്റി വരും തോന്നുന്നു. പിന്നെ ലോജിക്കായിട്ടുള്ള ഒരു കാര്യം മുഴുവൻ പണി പൂർത്തിയായി കഴിഞ്ഞിട്ട് ഉദ്ഘാടനം നടത്തിയാൽ പോരായിരുന്നോ എന്നുള്ളതാണ് അല്ലേ? അതൊരു അങ്ങനെ ചോദിക്കാം, അത് ചോദിക്കാൻ തോന്നുന്നു. അതിപ്പോ ഇലക്ഷൻ പ്രമാണിച്ചെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതിൽ തെറ്റ് പറയാം. പക്ഷെ എന്നാലും വീടുകളുടെ പണി പൂർത്തീകരിക്കപ്പെട്ടിട്ടുണ്ട്, എല്ലാം കഴിഞ്ഞിട്ട് കൊടുത്താൽ മതി. പിന്നെ ഇതിനകത്ത് അബ്ദുൾ റസാഖ് ചോദിക്കുന്നുണ്ട് 750 കോടി എവിടെയാ, സ്വിസ് ബാങ്കിൽ ഇട്ടോ എന്ന് പിണറായി വിജയനോടാണ് ചോദ്യം. പിന്നെ സത്യബാബു ഗോപാലിന്റെ ഒരു കമന്റ് ഉണ്ട്, മുഖ്യ വിഷയമാകും സർക്കാരിന്റെ പുനരധിവാസ പദ്ധതിയും കോൺഗ്രസ് കോടികൾ പിരിച്ച് മുഖ്യ വഞ്ചനയും കേരളം ചർച്ച ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനത്തിലും അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഈ വയനാട് പുനരധിവാസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്. അതിൽ അദ്ദേഹം പറയുന്നുണ്ട് ഇതിൻ്റെ ടൗൺഷിപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള യോഗത്തിൽ പ്രതിപക്ഷ നേതാവും ഉപനേതാവും എല്ലാവരും ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും പണം വാഗ്ദാനം ചെയ്താലും അത് കിട്ടിയാലും ഇല്ലെങ്കിലും ഈ ടൗൺഷിപ്പ് നടപ്പിലാക്കേണ്ടത് സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. അത് ഏത് സർക്കാരായാലും അങ്ങനെയാണല്ലോ ചെയ്യേണ്ടത്. അപ്പോൾ അതിൽ മുസ്ലിം ലീഗ് പിന്നെ പറഞ്ഞു സ്വന്തമായിട്ട് കൊടുക്കുന്നു. അത് മുസ്ലിം ലീഗ് അവർ പറഞ്ഞ കാര്യം അവർ കൃത്യമായിട്ട് 105ഓളം വീടുകളാണ് അവർ പറഞ്ഞിരുന്നത്. അതിനകത്ത് 51 വീടുകളുടെ പണി കംപ്ലീറ്റ്ലി പൂർത്തിയായി. ഫർണിച്ചർ അടക്കമുള്ള ആളുകൾ താമസിക്കാനും തുടങ്ങി. അവർ താക്കോല് കൈമാറി ആളുകൾ താമസിക്കാനും തുടങ്ങി. ഏകദേശം 40 കോടി രൂപയോ മറ്റോ ആണ് അവർ അതിനുവേണ്ടി പിരിച്ചത്. അപ്പൊ അതിൽ 14 കോടി രൂപ ഭൂമി ഏറ്റെടുക്കുന്നതിന് മാത്രമായി ഫെബ്രുവരിയിലോ അങ്ങനെ ഏകദേശം ഈ ഉദ്ഘാടനം കഴിയുന്നു. ഇതിനോട് ചേർന്ന് തന്നെയാണ്, അതായത് സർക്കാരിന്റെ താക്കോൽ കൈമാറ്റത്തോട് ചേർന്ന് തന്നെയാണ് മുസ്ലിം ലീഗും അവരുടെ ഇതെല്ലാം. അവരുടെ കൃത്യമായിട്ടുള്ള കണക്കുകളുണ്ട്, അവർ കൃത്യമായിട്ട് ബോധിപ്പിച്ചിട്ടുണ്ട്. ആ പ്രവർത്തനങ്ങളും കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ മുഖ്യമന്ത്രി പറഞ്ഞത് ഇത്രയും കാര്യങ്ങൾ ഇനി ആര് പൈസ തന്നാലും ഇല്ലെങ്കിലും സർക്കാരിനത് ചെയ്യേണ്ടതായിട്ടുള്ള ബാധ്യതയുണ്ട്. അത് ഒരു ഈ പിണറായി വിജയൻ എന്നുള്ള വ്യക്തി പറയുന്നതല്ല, അത് കേരള സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി പറയുന്നതാണ്. അതിപ്പോൾ കോൺഗ്രസ് കണക്ക് കൊടുത്താലും കോൺഗ്രസ് പൈസ കൊടുത്താലും അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികൾ പൈസ കൊടുത്താലും ഇല്ലെങ്കിലും അത് സർക്കാരിനത് ചെയ്യണമല്ലോ എങ്ങനെയായാലും. ഒരു കമൻറ്റ് വായിക്കാം. ഷാലു പി പറയുന്നത് പിന്നൊരു കാര്യം കൂടെ പറഞ്ഞു, ഭൂമി കൈമാറണമെന്ന് ആവശ്യപ്പെട്ടിട്ട് സർക്കാരിനോട് പ്രതിപക്ഷം ആവശ്യപ്പെട്ടു, പക്ഷെ അങ്ങനെ ഒരു സർക്കാർ അത് നൽകിയില്ല എന്നാണ് പ്രതിപക്ഷത്തിന്റെ ആരോപണം. മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം പറയുന്നത് അത്തരത്തിലുണ്ടായിട്ടില്ല, അങ്ങനെ ഒരു സംഗതി ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്, അങ്ങനെയാണ് പറയുന്നത്. കമന്റ് വായിക്കാം. ഷാലു പി പറയുന്നത് ശരിയാണ്, വയനാട്ടിൽ സർക്കാർ വളരെ കൃത്യമായി ഇടപെട്ടു. പക്ഷേ മറ്റാരും അത് ചെയ്തില്ല എന്ന് പറയാനാകില്ല. കാരണം ഈ ദുരന്തം നടക്കുമ്പോൾ സർക്കാർ ആരാണോ അവരാണ് കൂടുതൽ ഉത്തരവാദിത്തം കാണിക്കേണ്ടത്. അത് നന്നായി ചെയ്തിട്ടുണ്ട്. ഭരണകർത്താക്കൾ ചെയ്ത കാര്യങ്ങൾ ഡോക്യുമെന്റ് ചെയ്തത് എടുത്ത് PR ആക്കിയാൽ അത് വികസനമാണെന്ന് പറയുന്നത് അല്പത്തരമാണ്. അത് അവരുടെ കടമയാണ്. അത് കൃത്യമായി ചെയ്തു എന്ന് പറയാം. ഭരണത്തിൽ ഇല്ലാത്തവർക്ക് അത് ചെയ്യാനാകില്ല എന്ന് മനസ്സിലാക്കുക.
രണ്ടാം പിണറായി സർക്കാർ വന്നതിന് കോവിഡും പ്രളയവും കൃത്യമായ കാരണങ്ങളാണ്, നിഷേധിക്കാനാകില്ല. സർക്കാർ അത് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് വെച്ച് മികച്ച രീതിയിൽ മാർക്കറ്റും ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങൾ ടൗൺഷിപ്പ് കൊടുത്തു എന്ന് പറയുന്നതും കോൺഗ്രസ് വീട് വെച്ച് കൊടുത്തില്ല എന്ന് പറയുന്നതും തെരഞ്ഞെടുപ്പ് സമയത്ത് ഉപയോഗിക്കുന്നത് അല്പത്തരമാണ്. ദുരന്തത്തെ വെച്ച് മുതലെടുക്കുകയാണ് അവിടെ ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രകൃതി ദുരന്തമാണ്. അതിനെ നേരിട്ടത് ഏത് തരത്തിലാണ് താരതമ്യം ചെയ്യുക? ആ വിഷയം തന്നെ തെരഞ്ഞെടുപ്പ് വരുന്നത് മോശമാണ് എന്നാണ് പറയുന്നത്. അത് പൊതുവിൽ അംഗീകരിക്കപ്പെടുന്ന കാര്യമാണെന്ന് തോന്നുന്നു. അങ്ങനെ ഒരു പ്രകൃതി ദുരന്തമൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾ ഇത്ര ചെയ്തു, നിങ്ങളെന്ത് ചെയ്തു എന്ന് ചോദിക്കുന്നത് ഒരു സെൻസിറ്റീവായിട്ടുള്ള, അത് എല്ലാവരും ആ രീതിയിൽ തെരഞ്ഞെടുപ്പ് പ്രചരണമായിട്ട് അത് ഉപയോഗിക്കണോ എന്ന് ആരെങ്കിലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ബേസിക് ആയിട്ടുള്ള ഒരു കാര്യം. 1-2 കമന്റ് കൂടി വായിക്കാം. അബ്ദുൽ അസീസ് പറയുന്നത്, വയനാട് ഫണ്ട് വിഴുങ്ങിയ കോൺഗ്രസിനെ തുറന്നു കാട്ടാതെ കാലം കടന്നു പോകില്ല. വൈശാഖൻ പറയുന്നു, കെ കരുണാകരന് സ്മാരകം പണിയാൻ 4 തവണയായി 50 കോടിയിലേറെ രൂപ കോൺഗ്രസ് പിരിച്ചിട്ടുണ്ട്. LDF സർക്കാരിൽ നിന്ന് 37 സെന്റ് സ്ഥലവും കിട്ടി. 16 വർഷമായി ഒരു ഇഷ്ടിക കഷ്ണം പോലും അവിടെയില്ല. പിന്നെയല്ലേ വയനാട് ദുരിതബാധിതർക്ക് വേണ്ടിയുള്ള വീട്? അല്ല, നമ്മൾ ഈ ഇപ്പം നേരത്തെ പറഞ്ഞ കാര്യം പറയുമ്പോഴേ അതായത് ഇത്രയൊക്കെ ആരോപണം കോൺഗ്രസ് എന്തിനാണ് കേൾക്കുന്നത് എന്നുള്ളൊരു ചോദ്യം ഉണ്ടല്ലോ. ഈ കണക്കുകൾ പുറത്തു വിട്ടാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിലവിലുള്ളൂ. ഇത്രയധികം ചോദ്യങ്ങൾ മുന്നോട്ട്. ഇപ്പൊ സ്വരാജ് കഴിഞ്ഞ ദിവസം പ്രസ് മീറ്റ് വിളിക്കുന്ന സമയത്ത് നല്ല മറുപടി പറയാ. ഈ കണക്കുകൾ ഇപ്പൊ യൂത്ത് കോൺഗ്രസിന്റെ ഫണ്ട് സംബന്ധിച്ചും നിരവധി ആരോപണങ്ങൾ ഉണ്ടായി. ഇപ്പൊ ഈ അവരുടെ ആപ്പ് എവിടെയെന്നുള്ള ചോദ്യമുണ്ട്. ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനൊക്കെ കൃത്യമായ മറുപടി നൽകിയിരുന്നെങ്കിൽ തീരാവുന്ന പ്രശ്നമേ ഈ വിഷയത്തിൽ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന കണക്കുകൾ സംബന്ധിച്ചുള്ള ചർച്ചകളാണ് പിന്നെ നടക്കുക. അത് ആ തരത്തിൽ പോകുമായിരുന്നു. പിന്നെ എനിക്കൊന്നും നേരത്തെ പറഞ്ഞതിനോട് കൂട്ടിച്ചേർത്ത് പറയുള്ളത്, നമ്മൾ കേരളം ആയതുകൊണ്ടാണ് പുനരധിവാസത്തെ പറ്റിയിട്ടും ഒക്കെ കാര്യങ്ങൾ പറയുന്നത്. അതിൻ്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനം പോട്ടെ, സൗത്തിൻ്റെ അപ്പുറത്തേക്ക് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനമാണെങ്കിൽ ഇങ്ങനൊരു പുനരധിവാസം പോലും നടക്കുമെന്നുള്ളത് ഒരു ചോദ്യമാണ് കേട്ടോ. കമന്റുകൾ വായിച്ചിട്ട് ഒരു കമന്റും കൂടെ കമന്റ് ഉണ്ട്. വയനാട് നടന്നത് വികസനമല്ല, സർക്കാർ ഇടപെടലാണ്. എനിക്കൊന്ന് നേരത്തെ കമന്റുമായിട്ട് ചേർത്ത് വെച്ച് പറയാൻ പറ്റുന്ന കമന്റാണെന്ന് തോന്നുന്നു. ബ്രോക്കോവിച്ചാണ് കമന്റ് ഇട്ടിട്ടുള്ളത്. എനിക്കൊന്ന് ചുരുക്കി വായിക്കാൻ തോന്നുന്നു. അതിന് ഇടത് സംഘടനകൾ പണം പിരിച്ചില്ലെങ്കിൽ അതൊരു തരത്തിലും തെരഞ്ഞെടുപ്പിന് വോട്ട് ചോദിക്കാനാകരുത്. കേന്ദ്രം തന്നാലും കോൺഗ്രസ് തന്നാലും ഇല്ലെങ്കിലും ഞങ്ങളത് ചെയ്തു എന്ന് തെരഞ്ഞെടുപ്പ് സമയത്ത് വിളിച്ച് പറയുന്നത് അവിടെ ജീവിച്ചവരുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്നത് പോലെയാണ് എന്നാണ് ഈ കമന്റ് പറയുന്നത്. അതിൽ ചുരുക്കം അത് നേരത്തെ പറഞ്ഞതിന്റെ അതേ പോയിന്റ് തന്നെയാണ്. ഇത്രയും മനുഷ്യന്മാർ പെട്ടെന്നൊരു ദിവസം അവരുടെ പ്രിയപ്പെട്ടവരെ അവർക്ക് പ്രിയപ്പെട്ടതിനൊക്കെ നഷ്ടമായിട്ടുള്ള ആൾക്കാരാണ്. അവരാണ് ഒരു സൈഡിൽ നിൽക്കുന്നത്. അപ്പൊ അവർക്ക് വേണ്ടി ഞങ്ങളത് ചെയ്തു നിങ്ങളിത് ചെയ്തില്ലേ എന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ അതൊരു പ്രചരണ വിഷയമാക്കാൻ പാടുണ്ടോ എന്നുള്ളത് അത് ഭയങ്കര ഈ വിഷയം എന്ന് വെച്ചാൽ ഒരു പ്രചരണ വിഷയത്തിനെക്കാട്ടും ഇത് ഭയങ്കര ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമല്ലേ. ഇത് മുഴുവൻ കാണേണ്ട വന്ന ആളുകളാണല്ലോ ജീവിച്ചിരിക്കുന്ന എല്ലാ മലയാളികളും. ഇവർക്ക് ഉണ്ടായിട്ടുള്ള ട്രോമ ഉണ്ടല്ലോ, ഇതിനെ ഇങ്ങനെ വീണ്ടും വീണ്ടും ഓർമ്മിപ്പിച്ചുകൊണ്ടിരിക്കുക. അത് അവരുടെ അവകാശമാണ്. അവർക്ക് നഷ്ടപ്പെട്ടു പോയതൊന്നും അതുപോലെ കൊടുക്കാൻ പറ്റില്ലെങ്കിലും അവർക്ക് കൂടുതൽ മെച്ചപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതൊരു കടമയാണ്. അതൊരു സർക്കാരിന്റെയും പ്രതിപക്ഷത്തിന്റെയും എല്ലാവരുടെയും കടമയാണ്. അതിങ്ങനെ നിരന്തരം മീഡിയകളിലൂടെ അല്ലെങ്കിൽ മറ്റുള്ള രീതിയിൽ അത് ചർച്ചയാക്കുകയും പ്രചരണായുധമൊക്കെ ആക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഇത് ബാധിച്ച കുറെ മനുഷ്യന്മാരുണ്ട് എന്നുള്ളത് ഇവർ ആലോചിക്കണ്ടേ എന്നുള്ളതുണ്ട് അല്ലേ. അതിനകത്ത് കുറച്ച് അതുപോലെ കമന്റുകളും കൂടെ ഉണ്ട്. ഷംസീർ ചോദിക്കുന്നുണ്ട്, ആപ്പിലൂടെ കോൺഗ്രസ് പിരിച്ച ക്യാഷ് പോയിട്ട് ആപ്പ് തന്നെ മുഖ്യ വിഷയമല്ലേ. പുതിയൊരു കമന്റ് കൂടെ വന്നിട്ടുണ്ട്. കേരളത്തിൽ അഭയം തേടി വരുന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് വയനാട്ടിൽ ഇട്ടിട്ട് പോയ കല്ല് ഇന്നത്തേക്ക് എത്ര ദിവസമായി പ്രായമായി നട്ടലിലുള്ള മാധ്യമ പ്രവർത്തനമാണെങ്കിൽ ആ കല്ലിനെ കുറിച്ച് ചോദിക്കണം എന്നൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. നമുക്ക് അവസാനിപ്പിക്കാം. ഒരു 2 കമന്റ് കൂടെ വായിച്ചിട്ട് അങ്ങ് അവസാനിപ്പിക്കാം. ഷാലു ഷാജി പറയുന്നത്, ഒരു കാര്യം പറഞ്ഞ് ജനങ്ങളിൽ നിന്ന് പണം പിരിച്ചു, അത് ഒരു ദുരന്തം മുൻനിർത്തി, എന്നിട്ട് പിരിച്ച കാശില്ല, കണക്കില്ല, പറഞ്ഞ വീടില്ല. ഇത് പ്രതീക്ഷിച്ച ആളുകൾ വല്ലാത്തൊരവസ്ഥയിലായിരിക്കും. വീണ്ടും അവരെ പറഞ്ഞ് പറ്റിക്കരുത്. ഈ വാക്ക് പാലിക്കാത്തവർ ആണോ നാടിന്റെ അധികാരം ഏൽപ്പിക്കേണ്ടത് എന്ന് ചോദ്യം. അത് സ്വാഭാവികമായിട്ടും കോൺഗ്രസിനെതിരെ ഉയരുന്ന ഒരു ചോദ്യമാണ്. പിന്നെ മുഖ്യമന്ത്രിയോട് ഒരു ചോദ്യം. 2014 മുതൽ 25 വരെ
കേരളത്തിന്റെ പൊതുഗണന മൻസൂർ പുതുപ്പണം കൂടെ ചോദിച്ചിട്ടുണ്ട്. ഇത് എവിടെയും ഇല്ലാത്തൊരു ചോദ്യമാണ്. മന്ത്രി കേൾക്കുകയാണെങ്കിൽ മുഖ്യമന്ത്രി പറയുമായിരിക്കും. അതെ, നമുക്കിത് അവസാനിപ്പിക്കാം. മുണ്ടക്കൈ ചൂരൽമല ദുരന്തമുണ്ടാക്കിയ നോവോർമ്മകളിൽ നിന്ന് ഇനിയും മുക്തരാകാത്തവരാണ് ദുരന്തബാധിതരെ പോലെ തന്നെ നമ്മൾ ഓരോ മലയാളികളും. സംസ്ഥാന സർക്കാർ നിർമ്മിച്ചു നൽകിയ ടൗൺഷിപ്പും മുസ്ലിം ലീഗ് നിർമ്മിച്ചു നൽകിയ വീടുകളും വലിയ പ്രതീക്ഷകളും ആശ്വാസവും നൽകുന്നതാണ്. എന്നാൽ സർക്കാർ നിർമ്മിച്ച ടൗൺഷിപ്പിലെ വീടുകളിലേക്ക് ദുരിതബാധിതർക്ക് താമസം മാറാൻ കഴിയാത്തതിനാൽ ഇതിനോടകം തന്നെ വിമർശനം ഉയർന്നിട്ടുണ്ട്. ദുരന്തം നടന്ന് ഏകദേശം 1.5 വർഷത്തിന് ശേഷം ഇക്കഴിഞ്ഞ ഫെബ്രുവരി 26-ന് കോൺഗ്രസ് പ്രഖ്യാപിച്ച ഭവന പദ്ധതിക്ക് തറക്കല്ലിട്ടെങ്കിലും പ്രവൃത്തി ആരംഭിച്ചിട്ടില്ല. നിലവിൽ ഉയരുന്ന വിമർശനങ്ങൾക്ക് കോൺഗ്രസിന്റെ മറുപടി എന്ന നിലയ്ക്ക് പ്രവൃത്തി വൈകാതെ ആരംഭിക്കുമെന്നും സർക്കാരിന്റെ ടൗൺഷിപ്പിലേക്ക് വൈകാതെ തന്നെ താമസം മാറാൻ കഴിയുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം. ഇന്നത്തെ വോട്ട് കമന്റ് ഇവിടെ പൂർത്തിയാകുകയാണ്.